എല്ലാവർക്കും കേരള സ്കൂൾ ട്യൂഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളുടെ നവോദയ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസും അതിൻ്റെ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കുറച്ച് ഇൻഫോർമേഷനാണുള്ളത്. ഓക്കെ, സോ ഏതൊക്കെ ക്ലാസ്സുകാർക്കാണ് ഇത് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഇത് 5ാം ക്ലാസ്സുകാർക്കാണ് ഇമ്പോർട്ടൻ്റ്. 5th സ്റ്റാൻഡേർഡ്, ദെൻ 4th സ്റ്റാൻഡേർഡ്, ദെൻ 3rd സ്റ്റാൻഡേർഡ്. ഓക്കെയാ. സോ 5th സ്റ്റാൻഡേർഡുകാരാണ് ഈ എക്സാം ഡയറക്റ്റായിട്ട് എഴുതാൻ പോകുന്നത്. 4th-കാരും 3rd-കാരും ഒക്കെ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയാൽ നിങ്ങൾക്ക് കൊള്ളാം. യു ക്യാൻ പെർഫോം ബെറ്റർ ഇൻ ദാറ്റ് എക്സാം. സോ സിൻസ് ഐ ആം ഗോയിങ് ടു ഡിസ്കസ് ദിസ് ഇംഗ്ലീഷ് പേപ്പർ, ഐ പ്രിഫർ ടു യൂസ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. പക്ഷേ മലയാളവും അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറയാം. നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം എത്രത്തോളം മലയാളം വേണമെന്നും മലയാളം കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്ത് ഇംഗ്ലീഷ് മാത്രമാക്കണമെന്നോ മലയാളത്തിൻ്റെ പെർസെൻറ്റേജ് കൂട്ടണമെന്നോ. ലൈക്ക് ദാറ്റ് യു ക്യാൻ സജസ്റ്റ്, നോ ഇഷ്യൂ ലൈക്ക് ദാറ്റ്. So, only one question paper you have in this particular exam. മനസ്സിലാവുന്നു? നവോദയ എക്സാമിൽ you have only one test, one question paper. So, as of today, ഏപ്രിലാണ് നമുക്ക് എക്സാം. രാവിലെ 11:30 മുതൽ 1:30 വരെയുള്ള ടൈമാണ് നമുക്ക് എക്സാം എഴുതാനുള്ളത്. ഓർ 2 hours ഈസ് ഈക്വൽ ടു 120 minutes. സോ ടോട്ടൽ നിങ്ങൾക്ക് എത്ര മിനിറ്റാണ് ഉള്ളത്? 120 മിനിറ്റ് ഉണ്ട്. 2 hours, 11:30 മുതൽ 1:30 വരെ. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരൊറ്റ ടെസ്റ്റ്, ഒരൊറ്റ ക്വസ്റ്റ്യൻ പേപ്പർ, 2 മണിക്കൂർ 120 മിനിറ്റ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഹൗ മെനി ക്വസ്റ്റ്യൻസ് ആർ ദെയർ? ടോട്ടലി 80 ക്വസ്റ്റ്യൻസ് ആർ ദെയർ. 80 ക്വസ്റ്റ്യനുകളുണ്ട് മൊത്തം. അതായത് 80 ക്വസ്റ്റ്യനുകൾക്ക് നിങ്ങൾ സോൾവ് ചെയ്ത് ആൻസർ എഴുതണം. Okay, how many marks overall for this paper? 100 marks. 80 ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ ആ ഉത്തരം എഴുതുന്നത്. ടോട്ടലി നിങ്ങൾക്ക് 100 മാർക്കാണ് സ്കോർ ചെയ്യേണ്ടത്. ഓർ ഔട്ട് ഓഫ് 100 ഹൗ മച്ച് യു ആർ സ്കോറിങ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദാറ്റ് യു വിൽ ഗെറ്റ് അഡ്മിഷൻ ഇൻ ദാറ്റ് നവോദയ സ്കൂൾസ് ഓർ നോട്ട്. സോ ദിസ് മാർക്ക് ഡിസൈഡ്സ് ദാറ്റ് തിങ്. സോ കട്ട് ഓഫ് മാർക്ക് വരും. കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ മാർക്കായിരിക്കും. ആ മാർക്കിന് മുകളിൽ കിട്ടിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടൂ. സപ്പോസ് 100-ൽ 60 മാർക്കാണ് കട്ട് ഓഫ് എങ്കിൽ 60-ന് മേലോട്ടുള്ള 60, 61, 62-കാരെല്ലാം പാസ്ഡ് ആണ്. അതിന് താഴോട്ടുള്ളവർക്ക് കിട്ടില്ല. ശ്രദ്ധിക്കേണ്ട കാര്യം, ദിസ് ഈസ് എ കോമ്പറ്റീറ്റീവ് എക്സാം. സോ ദ യുണീക്ക് ഫീച്ചർ ഓഫ് കോമ്പറ്റീറ്റീവ് എക്സാം ഈസ് യുവർ സെലക്ഷൻ ഹിയർ, യുവർ അഡ്മിഷൻ ടു ദി നവോദയ എക്സാം, നവോദയ സ്കൂൾസ്. So your selection will wholly depends upon the comparative performance of the students. That means മറ്റുള്ള സ്റ്റുഡൻസ് നല്ലോണം പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ എക്സാം ടൈറ്റ് ആയെന്ന് അതിൻ്റെ അർത്ഥം. നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടാനുള്ള ചാൻസ് കുറയും. ബട്ട് നിങ്ങൾ കമ്പാരിറ്റീവ്ലി ഓക്കെ, എൻ്റെ പെർഫോമൻസ് കൊള്ളാമായിരുന്നു, ക്വസ്റ്റ്യൻസ് ഇത്തിരി ടൈറ്റ് ആണെങ്കിലും ഐ ഹാവ് പെർഫോംഡ് വെരി വെൽ, ഐ വിൽ ഗെറ്റ് ഗുഡ് മാർക്സ്. അങ്ങനെയാണെങ്കിൽ യു ഹാവ് പെർഫോംഡ് വെൽ ആൻഡ് യു വിൽ ഗെറ്റ് ദ അഡ്മിഷൻ ഇൻ ദിസ് നവോദയ സ്കൂൾ. ലീവ് ഇറ്റ്. സോ ഒരു ടെസ്റ്റ്, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ. ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട്? 80 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 100 മാർക്സ് ഉണ്ട്. നൗ ടോട്ടലി 3 സെക്ഷൻസ് ആർ ദെയർ ഇൻ ദ ക്വസ്റ്റ്യൻ പേപ്പർ. ഫസ്റ്റ് സെക്ഷൻ ഈസ് മെൻ്റൽ എബിലിറ്റി ടെസ്റ്റ്, സെക്കൻഡ് വൺ ഈസ് അരിത്തമെറ്റിക്, തേർഡ് വൺ ഈസ് ലാംഗ്വേജ്. ഫസ്റ്റ് വൺ ഈസ് മെൻ്റൽ എബിലിറ്റി, സെക്കൻഡ് വൺ അരിത്തമെറ്റിക്, തേർഡ് വൺ ലാംഗ്വേജ്. ഇതിനകത്ത് ലാംഗ്വേജിൽ നിന്ന് 20 ക്വസ്റ്റ്യൻസ് ആണുള്ളത്, അരിത്തമെറ്റിക്കിൽ നിന്ന് 20 ക്വസ്റ്റ്യൻസ് ആണുള്ളത്, മെൻ്റൽ എബിലിറ്റിയിൽ നിന്ന് 40 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ശ്രദ്ധിക്കേണ്ട കാര്യം, 20 ക്വസ്റ്റ്യൻസ്, ഓരോ ക്വസ്റ്റ്യനും 1.25 മാർക്ക് വെച്ച് 25 മാർക്ക്. അരിത്തമെറ്റിക്ക് 20 ക്വസ്റ്റ്യൻസ് 1.25 മാർക്ക് വെച്ച് 25 മാർക്ക്. മെൻ്റൽ എബിലിറ്റി 40 ക്വസ്റ്റ്യൻ, 1.25 മാർക്ക് ഓരോ ക്വസ്റ്റ്യനും, 50 മാർക്ക് ടോട്ടൽ. ഇതിൽ മെൻ്റൽ എബിലിറ്റി കമ്പാരിറ്റീവ്ലി ഈസി ടൈപ്പാണ്. അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസ് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യുന്നത് മെൻ്റൽ എബിലിറ്റിക്കായിരിക്കും. പക്ഷേ ഈസി ആണ്, അതോടൊപ്പം തന്നെ നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്യാനുള്ള ചാൻസുമുണ്ട്. അപ്പോൾ ഒരുപാട് ടൈം ഇതിന് കളയരുത്. എങ്ങനെ നിങ്ങൾക്ക് ഇതിന് ഒരുപാട് ടൈം കളയാതെ നിങ്ങൾക്ക് ഏറ്റവും നല്ല സ്കോർ, ഇൻഫാക്റ്റ് 40-ൽ 40 മാർക്കും നിങ്ങൾക്കിത് കിട്ടിയിരിക്കണം. അത് എങ്ങനെ പോസിബിൾ? ബൈ പ്രാക്ടീസ്. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ ഐ വിൽ ബി ഡിസ്കസിങ് ഓൺ ക്വസ്റ്റ്യൻ പേപ്പർ, ഡോണ്ട് വറി. But keep in mind, the questions may look sometimes very unfamiliar to you.
നിങ്ങൾ അത്ര ഫെമിലിയർ ആവണമെന്നില്ല ആ ക്വസ്റ്റ്യൻസിന്. നിങ്ങൾക്ക് തോന്നും അയ്യോ ഇത് ഭയങ്കര പാടല്ലേ, ഇത് എന്നെയും കൊണ്ട് പറ്റുമോ, ഞാൻ 5ാം ക്ലാസ് ലെവൽ 4ാം ക്ലാസ്സിൽ ലെവൽ നിൽക്കുന്ന കുട്ടിയാണ്, ക്യാൻ ഐ ഡൂ ഇറ്റ്? സോ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഡൗട്ട് വന്നേക്കാം. ബട്ട് ബിലീവ് മീ, ഈ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് അത്ര റോക്കറ്റ് സയൻസ് ഒന്നുമല്ല. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒരേ ഒരു കാര്യമേ ഡിമാൻഡ് ചെയ്യുന്നുള്ളൂ, ദാറ്റ് ഈസ് പ്രാക്ടീസ്. എത്രത്തോളം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ, എത്രത്തോളം നിങ്ങൾ ഈ എക്സാമിന് ടൈം ഡിവോട്ട് ചെയ്യാൻ റെഡിയാണോ അത്രത്തോളം നല്ല സ്കോർ നിങ്ങൾക്ക് നേടാൻ പറ്റും. സോ ദിസ് എക്സാം ഈസ് ഈസി, ബിലീവ് മീ, ബട്ട് യു നീഡ് ടു സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം ഫോർ വർക്കിംഗ് ഹാർഡ് ഫോർ പ്രാക്ടീസ്. സോ മെൻ്റൽ എബിലിറ്റി ടെസ്റ്റ് പ്രോപ്പറായിട്ട് നിങ്ങൾ ഈ ഒരു 4 മാസം, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസം പ്രോപ്പറായിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഇതിൽ 40 നിങ്ങൾ നേടിയെടുക്കും ബൈ പ്രാക്ടീസ്. പിന്നെ വരുന്നത് ലാംഗ്വേജിൻ്റെ പോർഷൻ 20. അതും 20ൽ 20യും നിങ്ങൾക്ക് നേടാൻ പറ്റും ബൈ പ്രാക്ടീസ്. ഒന്നുമില്ല, ലാംഗ്വേജ് ടെസ്റ്റിനകത്ത് കുറച്ച് സെൻറ്റൻസുകൾ തന്നിരിക്കും. ആ സെൻറ്റൻസുകൾ വായിച്ച് അതിനനുസരിച്ചുള്ള ആൻസറുകൾ നിങ്ങൾ കണ്ടെത്തുക. മോസ്റ്റ് ഓഫ് ദ കേസ് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആയിരിക്കും. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഈ സെൻറ്റൻസുകളിൽ നിന്ന് കണ്ടെത്താൻ പറ്റും. നിങ്ങളത് ഒരുപാടൊന്നും മനസ്സിലാക്കേണ്ട കാര്യമൊന്നുമില്ല. യു ക്യാൻ ഈസിലി ഫൈൻഡ് ഇറ്റ് ഔട്ട് വിച്ച് വൺ ഈസ് ദ ആൻസർ. പിന്നെ വരുന്നത് അരിത്തമെറ്റിക്കൽ. അരിത്തമെറ്റിക്കിനകത്ത് 20ൽ മിനിമം നിങ്ങൾ 10എങ്കിലും കിട്ടാൻ റെഡി ആയിരിക്കണം. 20ൽ 20 നിങ്ങൾ ടാർഗറ്റ് ചെയ്യേണ്ട കാര്യമില്ല. 20ൽ 10എങ്കിലും കിട്ടാൻ റെഡി ആയിരിക്കണം. 10ന് മേളിലോട്ട് എത്ര നിങ്ങൾ മേടിച്ചാലും യു വിൽ ബി ദ ടോപ്പർ. എന്തായാലും നിങ്ങൾ ചോദിക്കാം എന്താ സാർ അരിത്തമെറ്റിക്കിന് ഇത്ര പ്രശ്നം? അരിത്തമെറ്റിക്കിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് മാത്സ് അറിയണം. ഏതൊക്കെ പോർഷനാണ് അതിനകത്ത് ചോദിക്കുന്നതെന്ന് ഞാനിന്ന് കാണിച്ചു തരാം. യു ഷുഡ് നോ മാത്സ്. 4ാം ക്ലാസ്സിലെ, 5ാം ക്ലാസ്സിലെ, 6ാം ക്ലാസ്സിലെയും 7ാം ക്ലാസ്സിലെയൊക്കെ മാത്സ് ഇത്തിരിയൊക്കെ അറിയാമെങ്കിൽ മാത്രമേ അരിത്തമെറ്റിക്കിൽ നല്ലോണം നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ നവോദയ CBSE സിലബസാണ്. CBSE സിലബസ് നമുക്കറിയാം, എപ്പോഴും കേരള സിലബസിനേക്കാളും 2 ക്ലാസ് മുകളിലായിരിക്കും CBSE സിലബസ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ 5ാം ക്ലാസ്സിലെ ടെസ്റ്റ് നടത്തുമ്പോൾ അവർ 7ാം ക്ലാസ്സിലെ സ്റ്റാൻഡേർഡ് എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലാണ് പരിപാടി. സോ അരിത്തമെറ്റിക് ടെസ്റ്റിൽ 20 out of 20 it will be very difficult task. I am not saying it's impossible. It is possible, but it is very difficult comparatively. But if you are a student with a high intelligence and acumen, you can score 80 out of 80 in this exam. മനസ്സിലാവുന്നോ? സോ ഞാൻ എന്തുകൊണ്ട് ഈ കോഴ്സ് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഞങ്ങളുടെയൊക്കെ സമയത്ത് ഞങ്ങളെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യാൻ ആരുമില്ലായിരുന്നു. ഞാനും എഴുതിയിട്ടുണ്ട് നവോദയ എക്സാംസിൽ. എൻ്റെ ബർത്ത് 1989 ആണ്. സോ അറൗണ്ട് മേ ബി 2000 മുമ്പ് നവോദയ എക്സാം ഒരു പ്രാവശ്യം എഴുതിയിട്ടുള്ള ആളാണ് ഞാൻ, അല്ലെങ്കിൽ 2001 2002 മാക്സിമം. പക്ഷേ അന്നൊക്കെ നവോദയ എക്സാം എഴുതാൻ പോകുമ്പോൾ ഒരു ഐഡിയയും ഇല്ല, ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ട് പോലും ഇല്ല. അന്നത്തെ കാലം നിങ്ങൾക്കറിയാം, ഇന്നത്തെ കണക്കുള്ള മൊബൈലോ കാര്യങ്ങളോ അക്സസിബിലിറ്റി ഒന്നുമില്ല. സോ പ്രിൻറ്റഡ് മീഡിയത്തിൽ നിന്ന് എന്തെങ്കിലും കിട്ടുന്നെങ്കിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ എൻ്റെ പേരൻസ് എന്ന് പറയുന്നത് ടീച്ചേഴ്സ് അല്ലായിരുന്നു, ബാങ്ക് ഓഫീസേഴ്സ് അല്ലായിരുന്നു, ദേ വെയർ ജസ്റ്റ് കോമൺ പീപ്പിൾ. സോ അങ്ങനെ കോമൺ പീപ്പിളായിട്ടുള്ള ആൾക്കാർക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാനുള്ള ചാൻസുകൾ കുറവാണ്. ഇപ്പോൾ ജനറലി അന്നത്തെ കാലത്തൊക്കെ മെയിൻലി നവോദയ സ്കൂളിൽ അഡ്മിഷൻ കിട്ടുന്നതെല്ലാം ഈ ടീച്ചർമാരുടെ മക്കൾ, ബാങ്ക് ഓഫീസർമാരുടെ മക്കൾ, ഗവൺമെൻറ് ജോലിക്കാരുടെ മക്കളൊക്കെ ആയിരുന്നു. കാര്യം അവർക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. പക്ഷേ സാധാരണക്കാരുടെ മക്കൾക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അവർ പലപ്പോഴും ഈ ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് അറിഞ്ഞു വരുമ്പോൾ ഒരുപാട് ലേറ്റായിരിക്കും. അന്നേരം ഈ വലിയ ജോലിക്കാരുടെ മക്കൾ വെച്ച് ജോലിക്കാരെന്ത് പറയും, ഓ നമ്മളുടെയൊക്കെ മക്കൾക്ക് അത്രയും കഴിവുണ്ട്, അവർ ഗവൺമെൻറ് ജോലിക്കാരുടെ മക്കളാണ്, നിങ്ങളുടെ മക്കൾ സാധാരണക്കാരുടെ മക്കളാണ്, നിങ്ങളെ കൊണ്ട് ഒന്നും പറ്റത്തില്ല, നിങ്ങളെ കൊണ്ട് പറ്റുന്ന പരിപാടിക്ക് പോയാൽ പോരെ, നിങ്ങൾ എന്തിനാ ഇത്ര വലിയ എക്സാമിനൊക്കെ വരുന്നത് എന്ന് ചോദിച്ച് നമ്മളെ പുച്ഛിക്കും. പക്ഷേ ബിലീവ് മീ, ദിസ് എക്സാം ഈസ് വെരി ഈസി. This is not reserved for something like some children of government officers. This is not reserved for children of teachers. This is not reserved for children of rich people. But it is reserved for the people who are ready to work. Who are ready to work hard. Who are ready to work hard. So you should be ready to spend enough time to practice this. Believe me, you will be one in the list. നവോദയ എക്സാം ക്ലിയർ ആയി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ നല്ലൊരു ഫ്യൂച്ചറാണ് നിങ്ങൾക്ക് വേണ്ടി സേവ് ചെയ്യുന്നത്. ഒന്ന്, നിങ്ങളുടെ പേരൻസിൻ്റെ മണി നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും. കാര്യം 6 മുതൽ 12th വരെ 1 രൂപ അവർക്ക് ചിലവാക്കേണ്ട വരത്തില്ല നിങ്ങളെ പഠിപ്പിക്കാൻ. പിന്നെ നിങ്ങളുടെ ഫ്യൂച്ചർ, നിങ്ങൾക്കുള്ള സ്പോർട്സ് ആക്ടിവിറ്റി, ആർട്ട് ആക്ടിവിറ്റി, എല്ലാത്തിനുമുള്ള ഫെസിലിറ്റീസ് ഉള്ള ഇറ്റ്സ് എ സിസ്റ്റം, ബിലീവ് മീ. സോ നോർമൽ ഒരു ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കുന്നതിനേക്കാളും അല്ലെങ്കിൽ നിങ്ങളുടെ പരിസരത്തുള്ള ഒരു പ്രൈവറ്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും 10 ഇരട്ടി ബെസ്റ്റാണ് ഈ സ്കൂളുകളെന്ന് പറയുന്നത്.
നിങ്ങളുടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ നിങ്ങളുടെ അടുത്ത് ഇപ്പം ഏതെങ്കിലും ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് നടത്തുന്നുണ്ടെങ്കിലും ആര് നടത്തുന്നു വെച്ചോ അവരെ കൊണ്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റാത്ത സർവീസും സ്റ്റാൻഡേർഡുമാണ് നവോദയ സ്കൂൾസ് ആർ ഗിവിങ് യു. സോ ഈ എക്സാമിന് വർക്ക് ചെയ്യുന്നതിലൂടെ യു ആർ സെക്യൂറിങ് യുവർ ഫ്യൂച്ചർ. മനസ്സിലാവുന്നോ? യു ആർ സെക്യൂറിങ് യുവർ ഫ്യൂച്ചർ. നിങ്ങളുടെ ഭാവി നിങ്ങളുടെ കയ്യിലാണ്, അല്ല നിങ്ങളുടെ പേരൻസിൻ്റെ കയ്യിലല്ല, അല്ലാതെ ടീച്ചേഴ്സിൻ്റെ കയ്യിലല്ല, നാട്ടുകാരുടെ കയ്യിലല്ല. നിങ്ങളുടെ ഭാവി നിങ്ങളുടെ കയ്യിലാണ്. ക്യാഷ് കൊടുത്ത് നിങ്ങളുടെ ഭാവിയെ സെക്യൂർ ചെയ്യാൻ എപ്പോഴും പറ്റിയെന്ന് വരത്തില്ല. സോ ഇഫ് യു ആർ റെഡി ടു വർക്ക്, if you are ready to focus, I will be helping you for this clearing this Navodaya exam. So ഏതൊരു എക്സാം നമ്മൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുമ്പോൾ ആദ്യം നിങ്ങൾ അറിയേണ്ടത് എങ്ങനെയാണ് അവന്മാർ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതെന്ന് അറിയണം. എങ്ങനെയാണെന്ന് അവർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അറിയേണ്ടത് ലാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എനിക്കൊന്ന് കാണണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, previous year questions, I need to see that. Why? Because I need to understand the pattern of the exam and how difficult is the exam questions, and I can devote more time for solving those kinds of questions. So ഈ എക്സാമിന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ നിങ്ങൾ അറിയണം. അതാ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത്, നിങ്ങൾക്ക് ഒരേ ഒരു ടെസ്റ്റേ ഉള്ളൂ മക്കളെ. ആ ടെസ്റ്റിനകത്ത് 3 പാർട്ടുകളുണ്ട്, 3 സെക്ഷൻസ് എന്ന് വേണമെങ്കിൽ പറയാം. പാർട്ടിന് പകരം ഐ വിൽ യൂസ് സെക്ഷൻസ്. സോ ഇതിനകത്ത് 3 സെക്ഷൻസ് ഉണ്ട്: മെൻ്റൽ എബിലിറ്റി, അരിത്തമെറ്റിക്, ലാംഗ്വേജ്. സോ മഗ് ഇറ്റ് അപ്പ്. എൻ്റെ നവോദയ എക്സാമിൽ എനിക്ക് 3 സെക്ഷൻ ഉണ്ട്: മെൻ്റൽ എബിലിറ്റി, അരിത്തമെറ്റിക്, ലാംഗ്വേജ്. സോ ഇതിനകത്ത് മെൻ്റൽ എബിലിറ്റിയിലും ലാംഗ്വേജിലും ഐ വിൽ സ്കോർ ഫുൾ. അരിത്തമെറ്റിക്കിലും മിനിമം 50% ഞാൻ സ്കോർ ചെയ്തിരിക്കും. എൻ്റെ ലക്ഷ്യം 100% ആണ്. സോ 80 out of 80 യു ഷുഡ് റൈറ്റ് പ്രോപ്പർലി, ദെൻ യു ക്യാൻ ക്ലിയർ ദിസ് എക്സാം. ഓക്കെ, നൗ എന്താ ഈ മെൻ്റൽ എബിലിറ്റി ടെസ്റ്റ്? നിങ്ങൾ വിചാരിക്കുന്ന ഒരുപാട് കോംപ്ലക്സ് മെൻ്റൽ എബിലിറ്റി ടെസ്റ്റ് ഒന്നും ഇല്ല ഇവിടെ. പിന്നെ ഇവിടുത്തെ മെൻ്റൽ എബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത് നോൺ വെർബൽ ആണ്, ഓർ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഫിഗേഴ്സ് ആൻഡ് ഡയഗ്രംസ് ഓൺലി. സോ മെൻ്റൽ എബിലിറ്റി ടെസ്റ്റ് നിങ്ങളുടെ മെൻ്റൽ എബിലിറ്റിയെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു എക്സാമാണത്. ഹിയർ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടുള്ള സെൻറ്റൻസ് തന്നിട്ട് അതിൽ നിന്ന് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി എഴുതാനൊന്നും ചോദിക്കുന്നില്ല. ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ ഫിഗേഴ്സ് ആൻഡ് ഡയഗ്രാംസ്. ആർ യു ഗെറ്റിംഗ് ദാറ്റ്? ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ സെക്ഷൻ 1 എന്ന് പറയുന്ന മെൻ്റൽ എബിലിറ്റി ടെസ്റ്റിനകത്ത് 10 പാർട്ടുകളുണ്ട്. ഓരോ പാർട്ടിലും 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അങ്ങനെ 10 × 40 എത്ര? 40 ക്വസ്റ്റ്യൻസ്. സോ മെൻ്റൽ എബിലിറ്റിക്ക് ടോട്ടൽ എത്ര ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരുന്നത്? മെൻ്റൽ എബിലിറ്റിക്ക് 40 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരുന്നത്. ആ 40 ക്വസ്റ്റ്യൻസ് 10 പാർട്ടായിട്ടാണ് ചോദിക്കുന്നത്. അതായത് ഇൻ ദിസ് സെക്ഷൻ മെൻ്റൽ എബിലിറ്റി ടെസ്റ്റ് യു വിൽ സീ പാർട്ട് 1. അണ്ടർ പാർട്ട് 1 യു വിൽ സീ 4 ക്വസ്റ്റ്യൻസ്, 1 2 3 4. Then you will see part 2, 5 6 7 8. You will see part 3, 9 10 11 12 etc. So part 10 40 39 38 37. So 40 questions ആയില്ലേ? 40 questions ആയില്ലേ? സോ ഈ 40 questions ആയി ബൈ പാർട്ട് 10. മനസ്സിലാവുന്നോ? എവറി ടൈം എക്സാം പാറ്റേൺ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന രീതി നിങ്ങൾക്ക് മനസ്സിലായിരിക്കണം. നിങ്ങൾക്ക് ടോപ്പർ ആവണമെങ്കിൽ, നിങ്ങൾക്കിത് ക്വാളിഫൈ ചെയ്യണമെങ്കിൽ. സോ മെൻ്റൽ എബിലിറ്റി എന്ന് പറയുന്ന സെക്ഷൻ 1 എത്ര പാർട്ടുണ്ട്? 10 പാർട്ടുണ്ട്. ഓരോ പാർട്ടിലും എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട്? 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അങ്ങനെ 10 പാർട്ടാകുമ്പോൾ 10 × 4 40, 10 × 4 40 ക്വസ്റ്റ്യൻസ് ഉണ്ട്. മനസ്സിലായോ? ഇനി അന്നേരം നിങ്ങൾ ചോദിക്കും, സാർ വൈ ദെയർ ഈസ് ഡിഫറെൻറ്റ് പാർട്സ്? ബിക്കോസ് ഓരോ പാർട്ടിനും ഓരോ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. എങ്ങനെ പോയാലും ഇത് ഫിഗറും ഡയഗ്രം ഒക്കെ ആയിരിക്കും, അതിനകത്തൊന്നും ഒരു സംശയമില്ല. പക്ഷേ ഓരോ പാർട്ടിലും ഓരോ സെപ്പറേറ്റ് തീം കാണും. മനസ്സിലാവുന്നോ? പാർട്ട് 1ൻ്റെ തീം ആയിരിക്കത്തില്ല പാർട്ട് 2ൻ്റെ തീം, പാർട്ട് 2ൻ്റെ തീം ആയിരിക്കത്തില്ല പാർട്ട് 3യുടെ തീം. അതായത് സെക്ഷൻ 1 ഈസ് ഡിവൈഡഡ് ഇൻ ടു 10 പാർട്സ് ആൻഡ് ഈച്ച് പാർട്ട് കൺസിസ്റ്റ് ഓഫ് ഡിഫറെൻറ്റ് തീംസ്. ഓക്കെ, ഡിഫറെൻറ്റ് തീംസ് ഉണ്ടായിരിക്കും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് തീം വരാൻ പോകുന്നതെന്നാണ്. പാർട്ട് 1 എന്ന് പറയുന്നത് ഓഡ് മാൻ ഔട്ടാണ്. ഓഡ് മാൻ ഔട്ടാണ് എന്ന് വെച്ചാൽ എന്തുവാ? ഇവിടെ 4 പിക്ചറുകൾ നിങ്ങൾക്ക് തന്നിരിക്കും, ABCD. ഒരു ജസ്റ്റ് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ട് ഈ ക്വസ്റ്റ്യനകത്ത് കയറാം.
നിങ്ങൾക്ക് ഒരു OMR ഷീറ്റായിരിക്കും ഇവരിവിടെ തരുന്നത്. OMR ഷീറ്റ് എന്ന് പറയും. OMR ഷീറ്റ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, അവരൊരു ആൻസർ നിങ്ങളിവിടെ എഴുതേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഇതുപോലെ ഒരു സിംഗിൾ പേജ് ഡോക്യുമെൻ്റ് ആയിരിക്കും തരുന്നത്. അതിനകത്ത് ക്വസ്റ്റ്യൻ നമ്പർ 1 എന്നവർ എഴുതിയേക്കും. ക്വസ്റ്റ്യൻ നമ്പർ 1. സോ ക്വസ്റ്റ്യൻ നമ്പർ 1-ന് ABCD അങ്ങനെ 4 കോളം തന്നിരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 2-ന് 4 ബോക്സ് തന്നിരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 3-ക്ക് 4 ബോക്സ് തന്നിരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 4-ന് 4 ബോക്സ് തന്നിരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 5-ന് 4 ബോക്സ് തന്നിരിക്കും. 6-ന് 4 ബോക്സ് തന്നിരിക്കും. അങ്ങനെ എക്സെട്ര അപ് ടു 80. അതായത് 80 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 80 ക്വസ്റ്റ്യനും ഓരോ ബോക്സുകളായിരിക്കും തന്നിരിക്കുന്നത്. മനസ്സിലാവുന്നോ? അപ്പോൾ നിങ്ങളുടെ ആൻസർ എന്ന് പറയുന്നത് ഈ ABCD എന്ന് പറയുന്ന 4 ഓപ്ഷനുകളിൽ ഏതെങ്കിലും ആയിരിക്കും നിങ്ങളുടെ ആൻസർ. ഏതാണോ നിങ്ങളുടെ ആൻസർ എന്ന് വരുന്നത് ആ ഒരു പർട്ടിക്കുലർ സർക്കിള് നിങ്ങൾ ബബിൾ ചെയ്യണം. ബബിൾ ചെയ്യുകയാണെന്ന് വെച്ചാൽ ഈ കറുപ്പിച്ചിരിക്കുന്നുണ്ടോ, അങ്ങനെയാണ് നിങ്ങൾ ബബിൾ ചെയ്യേണ്ടത്. ഇപ്പോൾ A ആണ് എൻ്റെ ആൻസർ എങ്കിൽ ഞാൻ Aയെ ഇങ്ങനെ ബബിൾ ചെയ്യും. ഇങ്ങനെ Aയെ ഫുള്ള് ഞാനങ്ങ് ബബിൾ ചെയ്യും. മനസ്സിലാകുന്നോ? ഇത്രയേ ഉള്ളൂ. ഇനി ഒന്നാമത്തത് ഞാൻ ബബിൾ ചെയ്ത് കഴിഞ്ഞു. ഇനി രണ്ടാമത്തത് വരും. രണ്ടാമത്തെ എൻ്റെ ആൻസർ ഞാൻ ബബിൾ ചെയ്യുന്നു. മൂന്നാമത്തത് ഞാൻ ബബിൾ ചെയ്യുന്നു. നാലാമത്തെ ഞാൻ ബബിൾ ചെയ്യുന്നു. ഇങ്ങനെ പോകും. സോ OMR ഷീറ്റിലാണ് നമ്മളെല്ലാവരും എക്സാം എഴുതാൻ പോകുന്നത്. 80 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. സോ 80 ക്വസ്റ്റ്യനും 80 റോസ് ഉണ്ടായിരിക്കും. മനസ്സിലാവുന്നോ? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ OMR ഷീറ്റ് തന്നതെന്ന് വെച്ചാൽ അവർ ഇലക്ട്രോണിക് മീഡിയത്തിലൂടെ ആയിരിക്കും നിങ്ങളുടെ പേപ്പർ ഇവാലുവേറ്റ് ചെയ്യാൻ പോകുന്നത്. അതായത് ഒരു മെഷീനുണ്ട്, നമ്മുടെ പ്രിൻ്ററിൻ്റെ കണക്കൊരു മെഷീനുണ്ട്. അതിനകത്തൂടെ ഈ OMR ഷീറ്റ് പാസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഏതെല്ലാം കറുപ്പിച്ചിരിക്കുന്നോ അത് ഒറിജിനൽ ആൻസറുമായിട്ട് അവർ കമ്പയർ ചെയ്ത് നോക്കിയിട്ട് ശരിയാണെങ്കിൽ നിങ്ങൾക്ക് 1 മാർക്ക് തരും. അങ്ങനെ അങ്ങ് പോകും. 1 മാർക്കല്ല, 1.25. മനസ്സിലാവുന്നോ? സോ ബബിളിംഗ് ആണ് നമ്മളുടെ പരിപാടി. വേറൊരു തരത്തിൽ പറഞ്ഞാൽ ABCD എന്ന് പറയുന്ന 4 ഓപ്ഷനിൽ ഏതെങ്കിലും ഒന്നായിരിക്കും നമ്മളുടെ ആൻസർ. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഓരോ ക്വസ്റ്റ്യനും 1.25 മാർക്കാണുള്ളത്. ഒരു ക്വസ്റ്റ്യനും നെഗറ്റീവ് മാർക്കില്ല. നെഗറ്റീവ് മാർക്ക് എന്ന് വെച്ചാൽ തെറ്റുത്തരം നിങ്ങൾ എഴുതുവാണെങ്കിൽ ആക്ച്വലി -1 എന്ന് തരും. അതാണ് നെഗറ്റീവ് മാർക്കിംഗ്. പക്ഷേ നിങ്ങളുടെ നവോദയ എക്സാമിൽ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. നിങ്ങൾ PSC എക്സാംസ് ഒക്കെ, പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ എക്സാമൊക്കെ എഴുതുവാണെങ്കിൽ അവിടെ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. ഇവിടെ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. അതായത് 80 ക്വസ്റ്റ്യനകത്ത് 80നും നിങ്ങൾ ആൻസർ എഴുതിയിരിക്കണമെന്നർത്ഥം. സപ്പോസ് സർ എനിക്ക് 60 എണ്ണത്തിന് മാത്രമേ ആൻസർ അറിയത്തുള്ളൂ, ബാക്കി എന്തോ ചെയ്യും? ബാക്കി 20 ക്വസ്റ്റ്യൻ അല്ലേ? ആ 20 ക്വസ്റ്റ്യന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതാ ബബിൾ എന്ന് വെച്ചാൽ ബബിൾ ചെയ്തിട്ട് ഇറങ്ങി പോരുക. സർക്കിൾ ഏതാണെന്ന് വെച്ചാൽ ബബിൾ ചെയ്തിട്ട് ഇറങ്ങി പോരുക. Aയോ Bയോ Cയോ Dയോ ബബിൾ ചെയ്തിട്ട് ഇറങ്ങി. കാര്യം എന്തുവാ? നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല, പോസിറ്റീവ് മാർക്കിംഗ് മാത്രമേ ഉള്ളൂ. നിങ്ങൾ തെറ്റുത്തരം എഴുതുന്നു പറഞ്ഞ് മാർക്ക് എടുത്ത് കളയത്തൊന്നുമില്ല അവർ. 1.20 നിങ്ങൾക്ക് ഒരെണ്ണം ശരിയായി തന്നെ 1.25 മാർക്ക് കൂടിയില്ലേ? മനസ്സിലാവുന്നോ? സോ നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് 80ൽ 80 നമ്മൾ എഴുതും. അതിനകത്ത് ഒരു കോംപ്രമൈസും ഇല്ല, നിങ്ങൾക്ക് അറിയാമെങ്കിലും അറിയത്തില്ലെങ്കിലും. പക്ഷേ 80ൽ ഒരു 60എങ്കിലും നിങ്ങൾക്ക് ഉറപ്പ് വേണം. യെസ്, ഇത് ഞാൻ കണ്ടുപിടിച്ചിട്ടാണ് എഴുതുന്നതെന്ന് ഉറപ്പ് വേണം. 80ൽ 80 എഴുതാൻ പറ്റിയാൽ യു ആർ ഗുഡ് സ്റ്റുഡൻറ്റ്. മനസ്സിലാവുന്നോ? ഇനി കം ബാക്ക് ടു ദിസ് ഡിഫറെൻറ്റ് പാർട്ട്. സോ 10 പാർട്ടുകളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഓരോ പാർട്ടിലും 4 ക്വസ്റ്റ്യൻസുകളുണ്ടെന്ന് പറഞ്ഞു. മനസ്സിലാവുന്നോ? സോ ഇതിനകത്ത് ഇത്രയും കാണും ഒരു ഡയറക്ഷൻ ഈ ക്വസ്റ്റ്യൻ എഴുതാൻ. പക്ഷേ നമ്മൾ എപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ്റിന് ഇതെല്ലാ പ്രാവശ്യവും ഇരുന്ന് വായിക്കേണ്ട കാര്യമില്ല. അവനെന്തോ ചെയ്യുമെന്ന് വെച്ചാൽ അവൻ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ നോക്കൂ. ഓഫ് ദീസ് 4 ഫിഗേഴ്സ് 3 ഫിഗേഴ്സ് ആർ സിമിലർ ഇൻ സം വേ, 1 ഫിഗർ ഈസ് ഡിഫറൻറ്റ്. മനസ്സിലാവുന്നു? അതാണ് ഓഡ് മാൻ ഔട്ട്. അതായത് 4 പിക്ചറുകൾ തന്നിട്ടുണ്ട്. 4 പിക്ചറുകളിൽ 3 പിക്ചറുകൾ എങ്ങനെയൊക്കെയോ സിമിലറാണ്, ഒരെണ്ണം അതുമായിട്ട് ഡിസ്സിമിലറാണ്. അതായത് കൂട്ടത്തിൽ പെടുത്താൻ പറ്റത്തില്ല അവനെന്തോ വ്യത്യാസമുണ്ട്. ഫോർ എക്സാമ്പിൾ 4 പേര് നിൽക്കുന്നു. 4 പേരിൽ 3 പേർക്കും തലയിൽ മുടിയുണ്ട്, ഒരാൾക്ക് മുടിയില്ല. അപ്പോൾ അതാണ് ഓഡ് മാൻ ഔട്ട്. 4 പേര് നിൽക്കുന്നു. 4 പേര് ഇട്ടിരിക്കുന്ന ഷർട്ടിൻ്റെ കളർ എന്ന് പറയുന്നത് വൈറ്റ് ആണ്, പക്ഷേ ഒരാളിട്ടിരിക്കുന്നത് ബ്ലാക്ക് ആണ്. അന്നേരം ആരാണ് ഓഡ് മാൻ അവിടെ? ബ്ലാക്ക് ഷർട്ട് ഇട്ടിരിക്കുന്നവൻ. 4 പേര് നിൽക്കുന്നു. 4 പേരിൽ 3 പേർക്കും വാച്ച് ഇട്ടിട്ടുണ്ട്, പക്ഷെ ഒരുത്തൻ വാച്ച് ഇട്ടിട്ടില്ല. അതാരാ? ഓഡ് മാൻ ആരാ? ഇവനാണ്. സോ ഓഡ് മാൻ ഔട്ട് നിങ്ങൾ കണ്ടുപിടിക്കുമ്പം എന്തോ ആകാം. ആ എന്തോയിൽ ഈ 4 പേരും തമ്മിൽ സിമിലാരിറ്റി കൂടുതലായിരിക്കും. പക്ഷേ അതിനകത്ത് ഒരുത്തനുണ്ടല്ലോ, അവൻ കമ്പാരിറ്റീവ്ലി ഡിസിമിലർ ആയിരിക്കും. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് കാണിച്ചു തരാം. ഇതിനകത്ത് 4 ബോക്സുകൾ കൊടുത്തിരിക്കുന്നുണ്ട്. ഇത് ക്വസ്റ്റ്യൻ ബോക്സ് ആണ്. ഈ പുറത്ത് വരച്ചിരിക്കുന്ന ബോക്സ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ബോക്സ് ആണ്. അതും നമ്മളുടെ ഈ ആൻസറുകൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അതിനകത്തുള്ളതാണ് നമ്മൾ സോൾവ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ഇരിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് 4ഉം സിമിലർ ആകുന്ന ഒരുപാട് കണ്ടീഷനുകളുണ്ട്. ഞാൻ പറയട്ടെ, ഇത് 4ഉം സിമിലർ ആയിട്ടുള്ള കണ്ടീഷന്. ഒന്ന്, ഇത് 4ഉം റെക്റ്റാങ്കിളാണ്.
4 സൈഡുള്ള സാധനമല്ലേ, ഇത് 4 റെക്റ്റാങ്കിളാണ്. ഇനി ഈ നാലെണ്ണത്തിനും അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് ഡയഗണൽസ് ഉണ്ട്. ഇതിനെയാണ് നമ്മൾ ഡയഗണൽസ് എന്ന് പറയുന്നത്. യെസ് ഓർ നോ? സോ ഈ 4 പിക്ചറുകളുടെയും സിമിലാരിറ്റി എന്ന് പറഞ്ഞ്, ഒന്ന്, ദീസ് 4 ഇമേജസ് ആർ റെക്റ്റാങ്കിൾസ് ആൻഡ് ദീസ് 4 ഇമേജസ് ഹാവ് എ ഡയഗണൽസ്. ശരിയാണോ ഞാൻ പറഞ്ഞത്? ശരിയാണോ? ഇനി എനിക്ക് പറയാൻ പറ്റും, ഇതിൻ്റെ ഈ 4 ഇമേജുകളുടെയും ഓരോന്നിൻ്റെയും ഒരു കോൺ, അതായത് ഒരു ആംഗിൾ എന്ന് പറയുന്നത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ശരിയല്ലേ? സോ ഇതെല്ലാം സിമിലാരിറ്റികളാണ്. So these 4 images given, in that similarities will be more in these 4 images, but you can find at least one point. ചിലപ്പോൾ വാച്ച് ഇടാത്ത ആളായിരിക്കാം, ചിലപ്പോൾ ഇട്ടിരിക്കുന്ന ഷർട്ടിൻ്റെ കളറിൻ്റെ വ്യത്യാസമായിരിക്കാം, ചിലപ്പോൾ തലയിലെ മുടിയുടെ പ്രശ്നമായിരിക്കാം, തലയിലെ മുടിയുടെ കളറിൻ്റെ പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ പുള്ളിയുടെ പോക്കറ്റിലിരിക്കുന്ന പേനയുടെ കളറോ കമ്പനിയോ ആയിരിക്കാം. സോ ലൈക്ക് ദാറ്റ് യു ക്യാൻ ഫൈൻഡ് അറ്റ്ലീസ്റ്റ് വൺ പോയിൻറ്റ് in that one picture stand different from others. മനസ്സിലാവുന്നു? അതാണ് ഈ ഓഡ് മാൻ ഔട്ട് എന്ന് പറയുന്നത്. സോ 4 പേരും മനുഷ്യർ തന്നെ ആയിരിക്കും. 4 men are there. സോ അത് സിമിലർ ആണ് അവർ. പക്ഷേ യു ക്യാൻ ഫൈൻഡ് അറ്റ്ലീസ്റ്റ് വൺ പേഴ്സൺ വിത്ത് എ ഡിസിമിലർ ക്യാരക്ടറിസ്റ്റിക്. മനസ്സിലാവുന്നു? ഇപ്പോൾ എനിക്ക് കൺഫ്യൂഷൻ വന്നില്ലേ? ഇപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വന്നില്ലേ? ഇനി ഇതിനകത്ത് ഏതാ സാറേ ഓഡ് വൺ എന്ന് പറയുന്നത്? സോ നമ്മൾ എന്തൊക്കെയാണ് എടുത്ത് നോക്കിയേ? ഒന്ന്, അതിൻ്റെ 4 സൈഡുള്ളവന്മാരാണ്. സപ്പോസ് ഇവിടുത്തെ ഈ ഇമേജ് എന്ന് പറയുന്നത് 4 സൈഡുള്ളതിന് വരെ ഒരു ട്രയാങ്കിൾ ആണെന്ന് വെച്ചോ. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് പറയാം, സാർ ഇതാണ് ഓഡ് വൺ, ഇത് ട്രയാങ്കിൾ ആണ്, ഈ ബാക്കി 4 റെക്റ്റാങ്കിൾ ആണെന്ന് പറയാം. പക്ഷേ ഇത് ട്രയാങ്കിൾ അല്ല. ഇനി ഞാൻ പോകുന്നത്, ഞാൻ അതിൻ്റെ സൈഡുകളെ നോക്കി, ഡയഗണൽസിനെ നോക്കി, ആംഗിൾസിനെ നോക്കി. ഇനി ഞാൻ നോക്കാൻ പോകുന്നത് ഈ വരയാണ്. ഒരു വര കൊടുത്തിരിക്കുന്നുണ്ടോ? ഈ ഒരു വര സൈഡിൽ കൊടുത്തിരിക്കുന്നു, ഈ ഒരു വര ഡയഗണലിൽ കൊടുത്തിരിക്കുന്നു, ഈ ഒരു വര ഡയഗണൽ കൊടുത്തിരിക്കുന്നു, ഈ ഒരു വര ഡയഗണലിൽ കൊടുത്തിരിക്കുന്നു. വാട്ട് ഡസ് ഇറ്റ് മീൻ? ഇത് 3ഉം ഈ വര കൊടുത്തിരിക്കുന്നത് ഡയഗണലിനകത്താണ്, പക്ഷേ ഇവിടെ പുറത്ത് സൈഡിലാണ്. സോ ദിസ് ഈസ് ഓഡ് വൺ. സോ ഏതാ എൻ്റെ ആൻസർ? എ. സോ എ ബി സി ഡി എന്ന് തന്നിരിക്കുന്നതിനകത്ത് എ ആണ് എൻ്റെ ആൻസർ. സോ എ ഞാൻ മാർക്ക് ചെയ്യും. ദിസ് ഈസ് ഇറ്റ്, ഓവർ. സോ നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താൽ, അതായത് നിങ്ങളുടെ ഒറിജിനൽ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താൽ, ആ ഒറിജിനൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാർട്ട് 1 എന്ന് പറയുന്നത് ഓഡ് മാൻ ഔട്ടാണ്. അതായത് 4 പിക്ചർ തന്നിട്ടുണ്ട്, ഡിസിമിലർ കണ്ടെത്തുക, അത് മാർക്ക് ചെയ്യുക, പോവുക. സോ പാർട്ട് 1 ഈസ് ഓഡ് മാൻ ഔട്ട്. പാർട്ട് 2 ഈസ് ഫിഗർ മാച്ചിങ്. ഫിഗർ മാച്ചിങ് എന്ന് പറയുന്നത്, നിങ്ങൾ ഇവിടെ 5 പിക്ചറുകളാണ്. ഇതാണ് ക്വസ്റ്റ്യൻ പിക്ചർ, ഇതാണ് ആൻസർ പിക്ചറുകൾ. സോ ഈ ക്വസ്റ്റ്യൻ പിക്ചറിനോട് സിമിലർ ആയിട്ടുള്ള പിക്ചർ ഇതിനകത്ത് ഏതോ ഉണ്ട്, അത് നിങ്ങൾ ഇതിൽ നിന്ന് കണ്ടെത്തുകയാണ് വേണ്ടത്. മനസ്സിലാവുന്നോ? ക്വസ്റ്റ്യൻ പിക്ചറിന് മാച്ച് ചെയ്യുന്ന സിമിലർ ആയിട്ടുള്ള ഫിഗർ ഇതിനകത്ത് ഏതോ ഉണ്ട്. അത് നമ്മൾ എവിടുന്നാണ് വായിക്കുന്നത്? ഇവിടുന്ന് വായിക്കാം. നോക്ക്. Select the answer figure which is exactly the same as the problem figure. So ഈ പ്രോബ്ലം ഫിഗർ, ക്വസ്റ്റ്യൻ ഫിഗറും ആൻസർ ക്വസ്റ്റ്യൻ ഫിഗറിനോട് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള, എക്സാക്ട്ലി സെയിം ആയിട്ടുള്ള ആൻസർ ഫിഗർ കണ്ടെത്തുക. സോ ഇത്രയും ഭാഗം നിങ്ങൾ വായിക്കേണ്ട കാര്യമില്ല. മനസ്സിലാവുന്നു? ഇത് മാത്രമേ വായിക്കേണ്ട കാര്യമുള്ളൂ. നമ്മൾ ബൈ പ്രാക്ടീസ് യു വിൽ ഗെറ്റ് യൂസ്ഡ് വിത്ത് ദാറ്റ്. You don't have to read this first 2 lines. This is enough. So figure which is exactly matching with this. സോ ഫിഗർ മാച്ചിങ്. സോ ഈ ഫിഗർ ഞാൻ നോക്കുക, 2 തലയുണ്ട്, താഴോട്ട് വന്നു, ഇടത്തോട്ട് കാല്, വലത്തോട്ട് കാല്. ഇത് ഞാൻ നോക്കി, 2 കാല് ഇടത്തോട്ടില്ല, ഇത് തെറ്റി. ഇത് നോക്കി, 2 ഇങ്ങോട്ടുണ്ട്, 2 ഇങ്ങോട്ടുണ്ട്, ഇവിടെ വന്നു, ഇങ്ങോട്ടുണ്ട്. സോ ഇത് ആകാം, കാര്യം ഇതിനകത്ത് എക്സ്ട്രായേ ഉള്ളൂ. പക്ഷേ എക്സാക്ട്ലി ദ സെയിം ഫിഗറാണ് ചോദിക്കുന്നത്. ഇത് നോക്ക്, ഇതുണ്ട്, നേരെ താഴോട്ടുണ്ട്, ലെഫ്റ്റിലോട്ടുണ്ട്, നേരെ താഴോട്ടുണ്ട്, ഇങ്ങോട്ടുണ്ട്. സോ സി ഈസ് ദി ആൻസർ. മനസ്സിലാവുന്നോ? യെസ്. ഇനി ഒരു കാര്യങ്ങൾ കൂടെ ഞാൻ പറയാൻ വിട്ടുപോയി. നമ്മളുടെ ഈ OMR ബേസ്ഡ് ആൻസറുകളുണ്ടല്ലോ, OMR ബേസ്ഡുള്ള ആൻസറിൻ്റെ പ്രത്യേകത എന്തുവാ? അതിനകത്ത് ABCD എന്ന് പറയുന്ന 4 ബോക്സുകൾ നിങ്ങൾ തന്നിട്ടുണ്ട്. ഇതിനകത്ത് ഏതാ നിങ്ങൾ ആൻസർ എന്ന് വെച്ചാൽ നിങ്ങൾ കറുപ്പിച്ചിട്ട് ഇറങ്ങിയാൽ മതി, നിങ്ങൾ അവിടെ ഉത്തരം എഴുതേണ്ട കാര്യമില്ല. ഇങ്ങനെയുള്ള എക്സാമുകളിലെ ഒരു ഗുണം എന്ന് പറയുന്നത്, പലപ്പോഴും നിങ്ങൾ ശരിയായ ഉത്തരം കണ്ടെത്തിയില്ലെങ്കിൽ പോലും നിങ്ങൾക്കതിനകത്ത് തെറ്റായ ഉത്തരം എലിമിനേറ്റ് ചെയ്യാൻ പറ്റും.
മനസ്സിലായി ഞാൻ പറഞ്ഞ എന്തോന്ന്? നിങ്ങൾക്ക് ശരിയായ ഉത്തരം, കറക്റ്റായ ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും യു ക്യാൻ ഓൾവേസ് എലിമിനേറ്റ് റോങ് ആൻസേഴ്സ്. സോ ഈ റോങ് ആൻസേഴ്സ് നമ്മൾ എലിമിനേറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് റൈറ്റ് ആൻസർ ഓട്ടോമാറ്റിക്കലി കിട്ടും പലപ്പോഴും. ഫോർ എക്സാമ്പിൾ ഇവിടെ ഇങ്ങോട്ടും ഉണ്ട് ഇത് തെറ്റാന്ന് നമുക്കറിയാം. ഇവിടെ ഇങ്ങോട്ടും ഉണ്ട് തെറ്റാന്ന് നമുക്കറിയാം. ഇവിടെ ഈ നടുക്കൊരു വരയുണ്ട് തെറ്റാന്ന് നമുക്കറിയാം. അപ്പോൾ ഇതായിരിക്കും ശരി. ഇങ്ങനെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നതിനാണ് എലിമിനേഷൻ ടെക്നിക്ക് എന്ന് പറയുന്നത്. ഈ OMR പേപ്പറിൽ നിങ്ങൾക്ക് പലപ്പോഴും എലിമിനേഷൻ ഉപയോഗിച്ച് ആൻസർ കണ്ടെത്താൻ പറ്റും. മനസ്സിലാവുന്നോ? നമുക്കത് കണ്ടെത്താം. മെയിൻലി നമ്മൾ ഈ പാസേജ് ബേസ്ഡ് എക്സാം ഇല്ലേ നമുക്ക്, അതിനകത്തൊക്കെ ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പലപ്പോഴും. അത് ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾ വറീഡ് ആവേണ്ട കാര്യമില്ല. സോ പാർട്ട് 2 നിങ്ങൾക്ക് മനസ്സിലായോ? ഫിഗർ മാച്ചിങ്. പാർട്ട് 3 എന്ന് പറയുന്നത് പാറ്റേൺ കംപ്ലീഷനാണ്. അതായത് ഇതിനകത്തൊരു ചോദ്യം ഫിഗർ കാണും, ക്വസ്റ്റ്യൻ ഫിഗർ കാണും. ആ ക്വസ്റ്റ്യൻ ഫിഗറിന് ഒരു പാറ്റേൺ ആയിരിക്കും ഇവർ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഒരു empty സ്പേസ് കാണുന്നത് ഇവിടെ കണ്ടോ നിങ്ങൾ, ഒരു empty സ്പേസ് ആണ്. ഈ empty സ്പേസ് നിങ്ങൾ ഫില്ല് ചെയ്യണം. പക്ഷേ അത് ഫില്ല് ചെയ്യേണ്ട പടം നിങ്ങൾ എടുക്കേണ്ടത് ഈ ABCD എന്ന് പറയുന്ന 4 പിക്ചറുകളിൽ നിന്നാണ്. അന്നേരം നിങ്ങൾ ചോദിക്കും, സാറേ എങ്ങനെയാണ് ഈ empty സ്പേസ് ഫില്ല് ചെയ്യുന്നത്? അത് ഈ 4 പിക്ചറുകളിൽ നിന്ന് എങ്ങനെയാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്? കാര്യം ഇവിടെ ഈ 4 ഇമേജുകൾ ഒരു പർട്ടിക്കുലർ പാറ്റേൺ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. അതേ പാറ്റേൺ, അതേ സിമിലർ ട്രിക്ക് തന്നെ നിങ്ങൾ ഇവിടെയും ഉപയോഗിക്കണം. നോക്കാം നമുക്ക്. ഇവിടെ 4 ബോക്സുകൾ എനിക്ക് കാണാം. 1 2 3 4. ഇവിടെ 4-മത്തതാണ് എനിക്ക് ഫില്ല് ചെയ്യേണ്ടത്. ഇത് നോക്കൂ, ഇവിടെ ഒരു വരയുണ്ട്, വട്ടമുണ്ട്, ഇവിടെ 2 ലൈനുണ്ട്. ഈ കോണിൽ നിന്നും, ഈ ആംഗിൾ നിന്ന് ഇങ്ങോട്ടൊരെണ്ണം, ഈ വര 2 എണ്ണത്തിലും തൊടുന്നുണ്ട്. സെയിമാണ്. ഇവിടെ ഒരു വട്ടമുണ്ട്, 2 വരയുണ്ട്, ഇങ്ങോട്ട് വട്ടമുണ്ട്, 2 വരയുണ്ട്, ഇങ്ങോട്ട്. അന്നേരം ഇവിടെ എങ്ങനെ ആയിരിക്കും? വട്ടമുണ്ട്, ഈ കോണുകൾ ബന്ധിപ്പിച്ച വര, പിന്നെ ഒരു വര ഇവിടെ, പിന്നെ ഇങ്ങനെ ഇതായിരിക്കും. സോ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതുണ്ട്. ഇതാണ് നമ്മളുടെ ആൻസർ. ഇത് ഇങ്ങേ അറ്റത്ത് വരെ വന്നില്ല, ഇതല്ല ആൻസർ. ഇത് ഇങ്ങേ അറ്റം വരെ വന്നില്ല, ഇതല്ല ആൻസർ. ഇത് ഇവിടെ ഒരു വരയുണ്ട്, അതല്ല ആൻസർ. സോ ഇതാണ് നമ്മളുടെ ആൻസർ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാറേ ഞാൻ ഇങ്ങനെ ഇതിവിടെ വരയ്ക്കണോ എന്ന് നിങ്ങൾ ചോദിക്കും. പക്ഷേ ഇങ്ങനെ ഇത് നിങ്ങളിവിടെ വരയ്ക്കേണ്ട കാര്യമില്ല. മനസ്സിലാകുന്നോ? ഇത് വരയ്ക്കാതെ തന്നെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാം. അങ്ങനെ വേണം നിങ്ങൾ സോൾവ് ചെയ്ത് ശീലിക്കാൻ. അതായത് ആദ്യത്തെ ഇമേജ് നിങ്ങൾ എടുക്കുക, ഇത് നോക്കണം നിങ്ങൾ. ഈ ബോക്സിനകത്ത് എങ്ങനെയാണ് 2 വര ഇതിങ്ങനെ, അത് നിങ്ങൾ നോക്കണം. ഈ 2 വര ഇങ്ങോട്ടുണ്ടോന്ന് ഇവിടെ വന്നിട്ട് നോക്കുക. നോക്കുമ്പോൾ തന്നെ ഇത് നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് ഇങ്ങോട്ട് വര അനാവശ്യമായിട്ടുണ്ട്. ഈ വര വരെ എത്തിയിട്ടില്ല, എലിമിനേറ്റ് ചെയ്യാം. ഇവിടെ മാത്രമേ ഉള്ളൂ എലിമിനേറ്റ് ചെയ്യാം. ഇതാണ് നിങ്ങളുടെ ആൻസർ. നൗ പാർട്ട് 4. നമുക്ക് ഫിഗർ സീരീസ് കംപ്ലീഷനാണ്. ഓർ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞാൽ സീരീസ് എന്ന് പറയും. സോ 4-മത്തെ പാർട്ട് എന്ന് പറയുന്നത് സീരീസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. 3-മത്തെ പാർട്ട് എന്ന് പറയുന്നത് പാറ്റേൺ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. 2-മത്തെ പാർട്ട് എന്ന് പറയുന്നത് മാച്ചിങ് ആണ്. 1-മത്തെ പാർട്ട് എന്ന് പറയുന്നത് ഓഡ് വൺ ആണ്. സോ ഓഡ് വൺ, 2-മത്തത് മാച്ചിങ്, 3-മത്തത് പാറ്റേൺ, 4-മത്തത് സീരീസ്. മനസ്സിലാവുന്നു? ഇനി സീരീസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ നമ്മൾ വേറെ എക്സാമുകളിലൊക്കെ ചെയ്യുമ്പോൾ നമ്പേഴ്സൊക്കെ തരും. പക്ഷേ ഇവിടെ നമുക്ക് ഫിഗറുകൾ മാത്രമേ ഉള്ളൂ, ഫിഗറും ഡയഗ്രവും. സോ നേരത്തെ നമ്മളിവിടെ കണ്ട ഈ പാറ്റേൺ കണ്ടില്ലേ, അതിന് സിമിലറായിട്ടുള്ളൊരു സാധനമാണ് ഇതെന്ന് പറയുന്നത്. ഇവിടെ ഒരു സീരീസ് ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. അതായത് ഇവിടെ എന്തെങ്കിലും വരും. ഫോർ എക്സാമ്പിൾ ഞാനൊരു സിംപ്ലിഫൈ ചെയ്ത് പറയാം ഈ സീരീസ് എന്താണെന്ന്. 1 2 3 ലൈൻ. സോ ഇവിടെ നിങ്ങൾ എന്തോ എഴുതും? ഞാൻ പറയാം, ഫിൽ ഇൻ ദിസ് ബ്ലാങ്ക്സ്. സോ ഈ ബ്ലാങ്ക്സ് ഫില്ല് ചെയ്യാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞു. നിങ്ങൾ എന്തോ എഴുതും? സാർ ഞാൻ അവിടെ 4 എഴുതും. അതോ നിങ്ങൾ പറയും ഇവിടെ, സാറേ ഇവിടെ 100 എഴുതുമെന്ന് പറയുമോ നിങ്ങൾ എന്നോട്? ഇല്ല, നിങ്ങൾ 4 പറയും. കാര്യം എന്താ? സാറേ ഇവിടെ 1ൻ്റെ കൂടെ 1 കൂട്ടിയാൽ 2, 2ൻ്റെ കൂടെ 1 കൂട്ടിയാൽ 3, 3ൻ്റെ കൂടെ 1 കൂട്ടിയാൽ 4. യെസ് ഓർ നോ? സോ ദിസ് ഈസ് എ സീരീസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ. വേറെ വേണം? 2 4 6 8. 2 4 6 dash. Now I am asking you fill in these blanks. What you will say? You will say 8. You won't say here 15. Why? Because 2 plus 2 4, 4 plus 2 6, 6 plus 2 8. So this is a series based question. So like that, this is also a series based question. That means something more is added here or removed here or changed here. From here to here something more is added. So from here to here the similar addition, the similar changing pattern, the similar changing style I will do so that I will get an answer here.
we will see here. So first one is line is there, into is there. So here the same line retained, same into retained, but the difference is one more line they added, one round they added. Then next, the same line is there, the same line is there, the same into is retained, the same round is retained, but third line they have added and into added. So now I got a series. What? Into, then 0, then into. So next one I will add is 0. So into 0, into 0, into 0, into 0, into 0. This is the pattern. Then line 1 came, line 2 came, line 3 came. So line 4. So I will look for 4 lines. So ellathilum 4 lines undu. I will look for, next I will look for the same pattern should occur here also, that is into 0, into 0, into illa. So this is by elimination technique I can remove it. So this is not the answer. 0 into, no, it is into 0. So this is by elimination technique I can remove. So into 0, into 0, into 0, into 0. This is okay. 4 lines are okay. So this is the answer here. 0 into, this is not the answer. So by elimination technique itself you can find out your answer here. Elimination technique. Yes or no? Yes. Now we are moving to part 5. Part 5 is analogy, or I would use another word is relation. So in the part 5 you will have a question figure like this. So this is a pair. So see here, ഇവിടെ 2 റൗണ്ട് ആണുള്ളത്, ഇവിടെ 4 റൗണ്ട് ആണുള്ളത്. അതിൻ്റെ അർത്ഥം ഇവന്മാരൊരു പെയർ ആണെന്നും ഇവന്മാർ വേറൊരു പെയർ ആണെന്നും അതിൻ്റെ അർത്ഥം. സോ ഹിയർ അനലോഗി, ഓർ നിങ്ങൾ ഇവ തമ്മിലുള്ള ബന്ധം അനലോഗ് ചെയ്യണം, ഓർ ആ ഒരു പാറ്റേൺ അനലോഗ് ചെയ്യണം. അതിന് ഞാൻ ഉപയോഗിക്കുന്നത് റിലേഷനാണ്. അതായത് ഈ പെയറിനകത്തുള്ള ഈ 2 ഇമേജുകൾ തമ്മിൽ സം കൈൻഡ് ഓഫ് റിലേഷൻ ഈസ് ദെയർ. The same relation I need to apply in this second set also. So I will get this answer. For example, here you can see it's an erected triangle. So what the second thing what happened? It is not a rectangle. Here the same triangle they used, that is inverted position. So the same triangle, here you have this kind of marking. Since it is inverted, the same marking repeated there also, not change at all. That means here this pentagon 1 2 3 4 5 pentagon is there, no? So same pentagon I will reverse here, I will reverse here. At the same time I will retain the same marking and all. Yes or no? So this is the relation. So that first 2 images has this kind of a relation. So I am expecting the same relation exists between these 2 images. So എങ്ങനെയാണ് നിങ്ങൾ ആൻസർ കണ്ടുപിടിക്കുന്നത്? സോ ഇതിനെ നിങ്ങൾ ഇൻവേർട്ട് ചെയ്യണം. അതാ ഇൻവേർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടോ? അന്നേരം നിങ്ങൾ ചോദിക്കും ഇതല്ല ഇമേജ്, ഇതാണ് ഇമേജ്, ഇതിനെയാണ് നമുക്ക് തിരിക്കേണ്ടത്. സോ ദിസ് ഈസ് ദ ആൻസർ. ഇതെല്ലാം നിങ്ങൾക്ക് എലിമിനേഷനിലൂടെ കളയാം. പാർട്ട് 6, ദാറ്റ് ഈസ് അബൌട്ട് ജോമെട്രിക്കൽ ഫിഗർ കംപ്ലീഷൻ. ജോമെട്രിക്കൽ ഫിഗർ കംപ്ലീഷൻ, ഓർ നമുക്ക് ചുമ്മാതെ പറയാം, ഈസി ആയിട്ട് പറയാം, ഫിഗർ കംപ്ലീഷൻ. ചിലപ്പോൾ ഒരു ട്രയാങ്കിൾ ആയിരിക്കാം, ചിലപ്പോൾ ഒരു സ്ക്വയർ ആയിരിക്കാം, ചിലപ്പോൾ ഒരു സർക്കിൾ ആയിരിക്കാം. ഇങ്ങനെ എന്തെങ്കിലും ഒരു ജോമെട്രിക്കൽ ഫിഗർ ആയിരിക്കും ഈ ക്വസ്റ്റ്യൻ ഫിഗറിൽ തന്നിരിക്കുന്നത്. സി നിങ്ങൾ കണ്ടോ, ഇവിടെ ഒരു ജോമെട്രി, ഇതാണ് ക്വസ്റ്റ്യൻ ഫിഗർ. ഇതിൽ നിന്ന് നിങ്ങൾ ആൻസർ കണ്ടെത്തണം. എങ്ങനെയാണ് നിങ്ങൾ ആൻസർ കണ്ടെത്തുന്നത്? ഇതിനകത്ത് ഏത് കൊണ്ടുവന്ന് നിങ്ങളിവിടെ മാച്ച് ചെയ്ത് നോക്കുന്നോ, അന്നേരം ഇവൻ കംപ്ലീറ്റ് ആവണം. പണ്ട് കൊച്ചു സ്കൂളുകളിൽ, അതായത് നിങ്ങൾ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴോ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴോ നിങ്ങൾ ചെയ്തിട്ടില്ല ഇതുപോലെ വലിയ ഒരു വീട്ടിലൊക്കെ നിങ്ങൾക്ക് കിട്ടിക്കാണും ഒരു ബോക്സ്, അതിനകത്ത് പല പല കണ്ണികളായിട്ട്, ചെസ് ബോർഡിൻ്റെ കണക്ക് പല പല കണ്ണികളായിട്ട് ഇതിനെയൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടിരിക്കുമായിരിക്കും. ചിലപ്പോൾ ഇതെന്ന് പറയുന്ന ഒരു ജിറാഫിൻ്റെ പടമായിരിക്കും, അല്ലെങ്കിൽ ഒരു എലിഫൻറ്റിൻ്റെ പടമായിരിക്കും, അല്ലെങ്കിൽ ഒരു വീടായിരിക്കും, കാറായിരിക്കും. നിങ്ങൾ കറക്റ്റായിട്ട് ഇവനെ മാച്ച് ചെയ്ത് വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒറിജിനൽ പിക്ചർ കിട്ടും. ശരിയല്ലേ? സോ ഇങ്ങനെ ഈ മാച്ച് ചെയ്ത് നിങ്ങൾ കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു ഒറിജിനൽ പിക്ചർ കിട്ടൂ. അതിന് വരെ കാലെടുത്ത് തലയുടെ അവിടെ വെച്ചിട്ട് തലയെടുത്ത് കാലിൻ്റെ അവിടെ വെച്ചാൽ യു വോണ്ട് ഗെറ്റ് ദ കറക്റ്റ് പിക്ചർ. സോ സിമിലർ ക്വസ്റ്റ്യൻ ആണ് ഇതെന്ന് പറയുന്നത്. ഇവിടെ എന്തോ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇവിടെ നിങ്ങൾ ഈ ജോമെട്രിക്കൽ ഫിഗർ കംപ്ലീറ്റ് ചെയ്യണം. സോ ഇതിനകത്ത് ഏത് പിക്ചർ ഇവിടെ കൊണ്ടുവച്ചാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാം. നോക്കാം, ഇവിടെ എ ഉണ്ട്, ഓക്കെ നോക്കാം. ഇവിടെ കണ്ടോ എ, ബി,
ബിക്ക് ഇങ്ങനെ ഓക്കെ. സോ എനിക്കിതാ ഇങ്ങനെ കിട്ടും, ഇങ്ങനെ ഓക്കെ, ഇങ്ങനെ അല്ല, ഇച്ചിരി നീളം കൂടിപ്പോയി. ഇനി നോക്ക് ഇവിടെ ഒരു കട്ടിങ് കൂടെ ഉണ്ട്. സോ ബി യു ക്യാൻ റിമൂവ് ഈസിലി. നൗ സി ഇവിടെ 2 കട്ടിങ് ഉണ്ട്, അതേ കട്ടിങ് ഇവിടെ ഇല്ല. സോ സി യു ക്യാൻ റിമൂവ് ഈസിലി. നൗ എ ആൻഡ് ഡി, എയും ഡിയും കമ്പാരിറ്റീവ്ലി ലുക്സ് സെയിം. യെസ് ഓർ നോ? യെസ് ഓർ നോ? എ കണ്ടോ, എയ്ക്കാണ്ട് ഇത്രയും ഉണ്ട്, ഇങ്ങനുണ്ട്, ഇങ്ങനുണ്ട്, ഇങ്ങനുണ്ട്. സോ ഇങ്ങനുണ്ട്, ഇങ്ങനുണ്ട്. സോ അത് രണ്ടും ഓക്കെ ആയി. ഇങ്ങനുണ്ട്, സോ അത് ഓക്കെ ആയി, അത് ഓക്കെ. പക്ഷേ ഇവിടെ മേലോട്ടൊരു സാധനമുണ്ട്. അത് കൂടാതെ ഇതിൻ്റെ ലെങ്ത് നോക്കുമ്പം തന്നെ ഈ ലെങ്ത് ഏകദേശം ഇവിടം വരെ മാത്രമേ വരൂ. സോറി, ഈ ലെങ്ത് കറക്റ്റാണ്, ഇവിടം വരെ വരും. ഈ പിക്ചർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവൻ ദാ ഇങ്ങനെ കയറി വരും, ഇവന് ലെങ്ത് കൂടുതലാണ്, ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ആയിരിക്കും വരുന്നത്. അതേസമയത്ത് നമ്മൾ എ നോക്കുവാണെങ്കിൽ എ ഇവിടം വരെ വന്നിട്ട് ഇത്തിരി മേലോട്ട് വന്നിട്ട് കറക്റ്റ് നമുക്ക് അളവ് കിട്ടും. യെസ് ഓർ നോ? സോ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇപ്പോൾ എനിക്ക് പെട്ടെന്ന് തിരിഞ്ഞു പോയതുപോലെ എയും ഡിയും തമ്മിൽ ക്ലോസ് റിസംബ്ലൻസ് ഉണ്ട് ഈ ഒരു ഒറിജിനലുമായിട്ട്. സോ നിങ്ങൾ കറക്റ്റായിട്ട് നോക്കണം, ഈ ലെങ്ത് ഉൾപ്പെടെ എത്രത്തോളമാണ് വരുന്നതെന്ന് നിങ്ങൾ നോക്കണം. എന്നിട്ട് നിങ്ങൾ കണ്ടുപിടിക്കണം ഇത് എത്രത്തോളം കംപ്ലീറ്റ് ആയി കിട്ടുന്നെന്ന്. യെസ് ഓർ നോ? നൗ 7, ദറ്റ് ഈസ് മിറർ ഇമേജിങ്. സോ മിറർ ഇമേജിങ്ങിനകത്ത് നമ്മൾ പറയുന്ന പോലെ തന്നെ ഈ മിറർ എടുത്ത് വെച്ചാൽ, ഒരു കണ്ണാടി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ഇമേജിൻ്റെ പ്രത്യേകതയാണ് ഇവിടെ. മനസ്സിലാവുന്ന? അതായത് നമ്മൾ ഒരു സോപ്പൊക്കെ പൗഡർ ഇടാൻ വേണ്ടി നിങ്ങളൊരു കണ്ണാടിയുടെ മുമ്പിലൊക്കെ നിൽക്കാറില്ലേ? എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, നിങ്ങളുടെ വലത്തെ കയ്യിലിരിക്കുന്ന വാച്ച് ചിലപ്പോൾ നിങ്ങളുടെ ഇടത്തെ കയ്യിലാണെന്ന് നിങ്ങൾക്ക് തോന്നും. സോ റൈറ്റ് ലെഫ്റ്റ് ഇൻവേർഷൻ ഈസ് ഹാപ്പനിങ് ദിയർ. ദാറ്റ് മീൻസ് ഇൻ ദ കേസ് ഓഫ് മിറർ ഇമേജിങ്, അതായത് ഒരു കണ്ണാടി എടുത്ത് വെച്ച് നമ്മൾ അതിനകത്ത് ഇമേജ് കാണുമ്പോൾ മോസ്റ്റ് ഓഫ് ദ കേസ് ദർ ഈസ് ഇൻവേർഷൻ ഹാപ്പൻസ്. മനസ്സിലാകുന്നോ? ലാറ്ററൽ ഇൻവേർഷൻ ഹാപ്പൻസ്. അതായത് ലെഫ്റ്റ് റൈറ്റും റൈറ്റ് ലെഫ്റ്റുമായി മാറും മിറർ എടുത്ത് വെക്കുമ്പോൾ. സോ ഇവിടെ നിങ്ങൾക്ക് TBAT എന്ന് പറയുന്നത് എന്തൊക്കെ, ഇത് മിറർ ഇമേജ് ആകുമ്പോൾ എന്ത് ചെയ്യും? റൈറ്റ് ലെഫ്റ്റ് ആകും, ലെഫ്റ്റ് റൈറ്റ് ആകും. അതായത് TBAT ഇവിടെ നിന്നാണെങ്കിൽ ഞാൻ ഇനി ഇവിടുന്ന് എഴുതി തുടങ്ങും. A ഞാൻ ഇവിടുന്ന് എഴുതി തുടങ്ങും, A. B ഞാൻ ഇവിടുന്ന് എഴുതി തുടങ്ങും, അതായത് BT. മനസ്സിലാവുന്നോ? ഇതായിരിക്കും നമ്മുടെ ഫൈനൽ ഇമേജ് എന്ന് പറയുന്നത്. TABT തെറ്റാ, TAB വരത്തില്ല, TABT. സോ ഇതാണ് ആൻസർ. മനസ്സിലാവുന്നോ? നൗ 7th one ആണ് നമുക്ക് ചെയ്തു വരുമ്പോൾ കമ്പാരിറ്റീവ്ലി ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് മെസ്ഡപ്പ് ആവാനുള്ള പോർഷൻ എന്ന് പറയുന്നത്, പാർട്ട് എന്ന് പറയുന്നത് 7th one ആണ്. ഇതിനകത്ത് പഞ്ച്ഡ് ഹോൾ പാറ്റേൺ ആണ്. അതായത് പേപ്പറിനെ നിങ്ങളെടുത്തിട്ട് ഫോൾഡ് ചെയ്തിട്ട് നിങ്ങൾ അതിനകത്തൊരു ഹോൾ ഇടും. ചിലപ്പം ഒരു റൗണ്ട് ഷേപ്പുള്ള ഹോളായിരിക്കും, ചിലപ്പോൾ നിങ്ങളിതാ ഒരു ട്രയാങ്കിൾ ഷേപ്പുള്ള ഹോളായിരിക്കും ഇടുന്നത്, ചിലപ്പോൾ നിങ്ങൾ സെമി സർക്കിൾ ഷേപ്പായിരിക്കും. സോ ഇങ്ങനെ പല ഷേപ്പിൽ, അത് ക്വസ്റ്റ്യൻ നമ്മൾ നോക്കിയെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. എന്തുവരെ നിങ്ങൾ പേപ്പർ പല പീസായിട്ട് മടക്കും. അതായത് ഇങ്ങനെ ഇരിക്കുന്ന പേപ്പറിനെ നിങ്ങൾ ഒറ്റ പീസാക്കി മടക്കും, ഇവനെ വീണ്ടും മടക്കും. സോ ഇത് ഇങ്ങനെ മടക്കി ഒറ്റ പീസാക്കി മാറി. ഇവിടെ ഒരു ഹോൾ ഇട്ടിട്ട് നമ്മൾ ഈ പേപ്പർ നോക്കുമ്പോൾ ഇവിടെ നോന്നു, ഇത് ഇത്രയും വലിയ പേപ്പറായി, അന്നേരം എവിടെല്ലാം ഹോള് കാണും. അങ്ങനെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഈ 7th one എന്ന് പറയുന്നത്, പഞ്ച്ഡ് ഹോൾ. സോ ഞാൻ അതിന് പറയുന്നത് പേപ്പറിനെ ഫോൾഡ് ചെയ്യും എന്നിട്ട് ഹോൾ ഇടും. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നോ? നോക്കാം നമുക്ക്. ഇവിടെ നിങ്ങൾ കാണാം, ഇതിനകത്ത് ഇത് തരും. അതായത് ഇങ്ങനെ ഉണ്ടായിരുന്ന പേപ്പറിനെ, ഇതൊരു ഫുൾ പേപ്പറായിരുന്നു, അതിനെ നിങ്ങൾ മടക്കി അത് ഹാഫായി മാറി, അതിനെ വീണ്ടും മടക്കി ഇങ്ങനായി മാറി. ഇനി അത് കഴിഞ്ഞ് നിങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിനെ വീണ്ടും നിങ്ങൾ മടക്കുവാണ്, മടക്കിയിട്ട് നിങ്ങൾ എന്തോ ചെയ്യുന്നത്, മടക്കിയിട്ട് നിങ്ങൾ ഇത്രയും പാർട്ട് അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞു, ഇവിടെ ഒരു ഹോൾ ഇട്ട് വെച്ചു. സോ ഇത്രയും പാർട്ട് കട്ട് ചെയ്ത് കളയുമ്പോൾ അത് നോക്കുമ്പം പലപ്പോഴും ഒരു സ്ക്വയർ ബോക്സ് ആയിട്ട് മാറാം, എത്ര ഹോൾ വരാം. ആ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇതെന്ന് പറയുന്നത്. കമ്പാരിറ്റീവ്ലി ഡിഫിക്കൽട്ടായിട്ട് വരുന്ന ഒരെണ്ണമാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ നമ്മൾ 3 പ്രാവശ്യമാണ് നമ്മൾ മടക്കിയത്. അതായത് ഇവിടെ ഒരു ഹോൾ ഇടുമ്പോൾ ആ ഹോൾ ഇവിടെ വരുമ്പോൾ അത് 2ആയി മാറും, അത് ഇവിടെ വരുമ്പോൾ എന്തോ ആയി 4ആയി മാറും. ഓർ ഇരട്ടിച്ചാണ് പോകുന്നത് ഈ ഹോളുകൾ. ആ രീതിയിലാണ് ഇത് സോൾവ് ചെയ്യുന്നത്. മനസ്സിലാവുന്നു? എങ്ങനെയൊക്കെ പോയാലും ഈ സർക്കിൾ എന്ന് പറയുന്ന സാധനം ഇവിടെ വരത്തില്ല. സോ യു ക്യാൻ എലിമിനേറ്റ് ഇറ്റ് ഈസിലി. ട്രയാങ്കിൾ എന്ന് പറയുന്ന സാധനം ഇവിടെ വരത്തില്ല, യു ക്യാൻ എലിമിനേറ്റ് ഇറ്റ് ഈസിലി. ആൻഡ് ഇത് ഇങ്ങനല്ലേ വരച്ചിരിക്കുന്നത്,
ഇങ്ങനല്ലേ വരച്ചിരിക്കുന്നത്. ഇത് നോക്കുമ്പോൾ ഇങ്ങനെ വരും, അതായത് നേരെയേ വരും, ഒരിക്കലും ഇങ്ങനെ ചരിഞ്ഞ് വരത്തില്ല. സോ ഇതും നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാം. മനസ്സിലാവുന്നോ? ഞാനത് പറഞ്ഞു വരാൻ കറക്റ്റായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാമോ. ഇനി പാർട്ട് 9 എന്ന് പറയുന്നത് ഇവിടെ സ്പേസ് വിഷ്വലൈസേഷൻ എന്നൊക്കെ അവർ പറയും. പക്ഷേ അതിനേക്കാൾ നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ളത് കട്ട് ഔട്ട് പീസസ് ഉണ്ട്. അതിനെ നിങ്ങൾ മാച്ച് ചെയ്തൊരു ഫിഗറാക്കി മാറ്റണം. മനസ്സിലായോ? അതായത് നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഫിഗർ കാണും. അതിനകത്താണ്ട് 1, 2, 3 പീസുകൾ വന്നിട്ടുണ്ട്. ഈ 3 പീസുകൾ ജോയിൻ ചെയ്ത് വെച്ച് നിങ്ങളൊരു ഇമേജ് ഉണ്ടാക്കണം. ആ ഇമേജ് ഏതാണെന്നാണ് നമ്മുടെ ചോദ്യം. മനസ്സിലാവുന്നോ? ഇതാ ഇങ്ങനെ ഇരിക്കുന്നൊരു പീസ്, സി ഇതിനകത്ത് ഒരിക്കലും നിങ്ങൾക്ക് ഇതിനെ അറേഞ്ച് ചെയ്ത് ഇങ്ങനൊരു സാധനം ഉണ്ടാക്കാൻ പറ്റില്ല. പറ്റുമോ? ഇല്ല. സോ എ ഗോൺ. ഇനി ബിയുടെ കാര്യം നോക്കാം. ബിക്കകത്ത് എന്ത് കൊടുത്തിരിക്കുന്നത്? ബിക്കകത്ത് ഈ ട്രയാങ്കിളിനെ തിരിച്ചു വെച്ചാൽ പോലും വരില്ല, കാര്യം അത് ട്രയാങ്കിളാണ്. ബിയും പറ്റില്ല. സിക്കകത്ത് ഇങ്ങനൊരു സാധനം വേണമെങ്കിൽ തിരിച്ചു വെച്ചെന്ന് വെച്ചോ, ഇങ്ങനൊരു സാധനം തിരിച്ചു വെച്ചെന്ന് വെച്ചാൽ ട്രയാങ്കിൾ അല്ല, സിയും പറ്റില്ല. ഡി ആണെങ്കിൽ ട്രയാങ്കിൾ വരുന്നുണ്ട്, മറ്റേ 2 സാധനം അതുപോലെ വരുന്നു. സോ ഡി ഈസ് ദി ആൻസർ. നൗ 10th ഫിഗർ ഈസ് എംബഡഡ് ഫിഗർ എന്ന് പറയും, ഓർ ഐ വിൽ സേ ഹിഡൻ ഇമേജ്. ഓർ നമ്മുടെ ഇവിടെ ഒരു ഫിഗർ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ ഫിഗർ ഇതിനകത്ത് എവിടോ പോയി ഹിഡൻ ചെയ്തിരിപ്പുണ്ട്, ഹൈഡ് ചെയ്തിരിപ്പുണ്ട്. ആ ഹൈഡ് ചെയ്തിരിക്കുന്ന ഇമേജിനെ നമ്മൾ കണ്ടുപിടിക്കണം. അതായത് ഇങ്ങനൊരു ലൈനുണ്ട്, ഇങ്ങനൊരു ലൈനുണ്ട്, അത് ഇതിനകത്ത് എവിടോ ഒളിച്ചിരിപ്പുണ്ട്. അപ്പോൾ ഇത് ഞാൻ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരെണ്ണമുണ്ട്, പക്ഷേ ഇങ്ങോട്ടില്ല. സോ എ ഈസ് നോട്ട് ദ ആൻസർ. ഇനി ഇവിടെ നോക്കുവാണെങ്കിൽ ഇനി ബിയിൽ വന്ന് നോക്കുവാണെങ്കിൽ ഇങ്ങനൊരു ലൈനുണ്ട്, ഇങ്ങനൊരു ലൈനുണ്ട്. സോ ദിസ് ഈസ് മാച്ചിങ്. പക്ഷെ അതുകൊണ്ട് ആൻസർ ചെയ്ത് കളയരുത്, മറ്റുള്ളതും കൂടെ ഒന്ന് പോയി നോക്കണം. ഇവിടെ ഇങ്ങനെ ഒരെണ്ണമുണ്ട്, ഇങ്ങോട്ടില്ല, അത് വിട്ടു. സോ ഇതല്ല. ഡി സ്ട്രൈറ്റ് ലൈനേ ഇല്ല, ഡിയും വിട്ടേരെ. സോ ബി ഈസ് ദ ആൻസർ. മനസ്സിലാവുന്നോ? ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇവിടെ പാർട്ട് 2 ഹിഡൻ ഇമേജ്, അതായത് ഇത് എവിടെയോ കയറി ഹൈഡ് ഇരിപ്പുണ്ട്, അത് കണ്ടുപിടിക്കാനാണ്. പാർട്ട് 1 ചോദ്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? പാർട്ട് 1 അല്ല, പാർട്ട് 2 ചോദ്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഫിഗർ മാച്ചിങ്. ഇവിടെ ഈ ഇമേജ് ഹൈഡ് ചെയ്തിരിക്കുന്ന കണ്ടുപിടിക്കാനല്ല, ഈ ഇമേജ് ഹൈഡ് ചെയ്തിരിക്കുന്ന കണ്ടുപിടിക്കാനാണെങ്കിൽ ഇത് നോക്ക്, ഇതുണ്ട്. സോ ഇതാ ഹിഡൻ ഇമേജ് ആണെങ്കിൽ ഇതാവും ഇതിൻ്റെ ഉത്തരം. മനസ്സിലാവുക? ഇതും ആകാം ഇതിൻ്റെ ഉത്തരം. ഇവിടെ ചോദിക്കുന്നത് എക്സാക്ട്ലി സെയിം ആയിട്ട് നോക്കുവാണെങ്കിൽ ഇത് മാത്രമേ ഉള്ളൂ. ഹാവ് യു അണ്ടർസ്റ്റുഡ് ഇറ്റ്? സോ ഇങ്ങനെ 10 പാർട്ടായിട്ടാണ് സെക്ഷൻ 1 അവർ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇനി സെക്ഷൻ 2 വരുവാണെങ്കിൽ അത് അരിത്തമെറ്റിക് ആണ്. അരിത്തമെറ്റിക് ബേസ്ഡ് 20 ക്വസ്റ്റ്യൻസ് ആർ ദെയർ. ദിസ് 20 ക്വസ്റ്റ്യൻസ് കം ഫ്രം ദിസ് 15 ഡിഫറൻറ്റ് പോർഷൻസ്. ഇത് ചിലപ്പോൾ നിങ്ങളുടെ 5ാം ക്ലാസ്സിനുള്ളിൽ നിങ്ങൾ പഠിച്ചു തീർക്കുന്ന കാര്യങ്ങളോ നിങ്ങൾ എക്സ്പേർട്ട് ആവുന്ന പോർഷൻസോ അല്ല. സംടൈംസ് ഇറ്റ് ഗോസ് അപ് ടു 7th ക്ലാസ്, ബട്ട് യു നീഡ് ടു പ്രിപ്പയർ ഓൺ ദിസ്. മനസ്സിലാവുന്നോ? ഏതൊക്കെയാണ്? നമ്പർ സിസ്റ്റംസ് നിങ്ങൾ അറിയണം. 4 ഫണ്ടമെൻ്റൽ ഓപ്പറേഷൻസ്, അതായത് പ്ലസ്, മൈനസ്, ഇൻറ്റു, ഡിവിഷൻ, ഇതെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് അറിയണം നമ്പേഴ്സിനകത്ത്. പിന്നെ ഫ്രാക്ഷണൽ നമ്പേഴ്സിനകത്തും ഇത്, പിന്നെ ഫാക്ടേഴ്സും മൾട്ടിപ്പിൾസും അതിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ അറിയണം. പ്രൈം നമ്പേഴ്സൊക്കെ എന്തുവാണെന്ന് നിങ്ങൾ അറിയണം. പ്രൈം ഫാക്ടർ എന്താണെന്ന് നിങ്ങൾ അറിയണം. LCM, HCF, പിന്നെ ഡെസിമൽസ് ആൻഡ് ഫണ്ടമെൻ്റൽ ഓപ്പറേഷൻസ് ഓൺ ദം, ദെൻ കൺവേർഷൻ ഓഫ് ഫ്രാക്ഷൻസ് ടു ഡെസിമൽസ് ആൻഡ് ഡെസിമൽസ് ടു ഫ്രാക്ഷൻസ്. 15.23 ഇതിനെ ഡെസിമലാക്കുന്നതിനെ, ഡെസിമലിനെ ഫ്രാക്ഷൻ ആക്കുന്നതിനെ കുറിച്ചും, പിന്നെ ലെങ്ത്, മാസ്, കപ്പാസിറ്റി, ടൈം, മണി, ഇതിനെ മെഷർ ചെയ്യണം. ഡിസ്റ്റൻസ്, ടൈം, സ്പീഡ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ദെൻ അപ്രോക്സിമേഷൻ ഓഫ് എക്സ്പ്രഷൻസ്, simplification of numerical expressions, then percentage, profit loss, simple interest, perimeter area, volume. Comparatively it is little bit tough nut, but there are students who can do better in this also. പക്ഷേ ഇതിനകത്ത് അത്ര സ്ട്രോങ് അല്ലാത്തവരൊന്നും വറീഡ് ആകേണ്ട കാര്യം. 80 ആൾറെഡി 60 നമ്മളുടെ കയ്യിലിരിപ്പുണ്ട്. ഇതിനകത്ത് 20 ഒരു 10 നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നുള്ളൂ. ഈ കൂട്ടത്തിനകത്ത് ഏറ്റവും എളുപ്പമുള്ള, ഫോർ എക്സാമ്പിൾ LCM, HCF ഒക്കെ വളരെ എളുപ്പമാണ്. പഠിച്ചു വെച്ചിട്ട് 10 എങ്കിലും നിങ്ങൾ ശരിയാക്കിക്കണം കേട്ടോ. Now comes to 3rd section, that is language test. So language ടെസ്റ്റിനകത്ത് നിങ്ങൾക്കൊരു പാസേജ് തന്നിരിക്കും. ദെൻ ആ പാസേജ് ബേസ്ഡ് ആയിട്ടുള്ള 4 ക്വസ്റ്റ്യൻസ് തന്നിരിക്കും. 4 or 5. ഇവിടെ 5 ക്വസ്റ്റ്യൻസ് ആണ് തന്നിരിക്കുന്നത്. മനസ്സിലാവുന്നോ? ഇങ്ങനെ നിങ്ങൾക്ക് എത്ര ക്വസ്റ്റ്യൻസാണ് വരുന്നത്? 20 ക്വസ്റ്റ്യൻസ് ആണ് പാസേജ് ബേസ്ഡ് ആയിട്ട് വരുന്നത്. സോ 4 പാസേജ് കാണും. 4 × 5 20 ക്വസ്റ്റ്യൻസ്. സോ 4 പാസേജ് വായിച്ച്
4 പാസേജ് വായിച്ച് അതിൻ്റെ ആൻസർ കണ്ടെത്തുകയാണ് നിങ്ങളുടെ പരിപാടി. നോക്കാം നമുക്ക്. ഫോറസ്റ്റ് ആർ യൂസ്ഫുൾ ടു അസ് ഇൻ മെനി വേയ്സ്. സി പറയുന്നതിന് മുമ്പ് ഇത് 2 രീതി സോൾവിങ് ടെക്നിക്സ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് പലരും ഈ ക്വസ്റ്റ്യൻസ് വന്ന് ആദ്യം ഒന്ന് വായിച്ചിട്ട് പോകും. ചിലർ ഒരു പ്രാവശ്യം പാസേജ് വായിച്ചിട്ട് പിന്നെ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് പാസേജിൽ പോയി കണ്ടെത്തും. ഏത് വഴി വേണമെങ്കിലും നിങ്ങൾക്ക് നോക്കാം. ചിലപ്പോൾ ടൈം ടഫായിരിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യം ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കി വെച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. ക്വസ്റ്റ്യൻസ് ഒന്ന് ക്വിക്കായിട്ട് വായിക്കുക. ഓർമ്മിച്ച് ഇരിക്കാൻ നോക്കണ്ട, ക്വിക്കായിട്ട് വായിക്കുക. ടു പ്രിസർവ് ദ എക്കോസിസ്റ്റം ദ എക്സിസ്റ്റൻസ് ഓഫ് ഡാഷ് ഈസ് എസെൻഷ്യൽ. ഓപ്പോസിറ്റ് ഓഫ് പ്രിസർവേഷൻ ഈസ് ഡാഷ്. Which one of the following is not a synonymous of wise? Carpenters depend on forests because they provide. Wild animals will become homeless if. Forests are useful to us in many ways. They provide us with the timber to build houses and make furniture. Forests are also provide us wood for fuel and making paper. They provide shelter for birds, wild animals and insects. Forests bring rainfall. Existence of forest is very important for the preservation of the ecosystem. The fact that we have to care for ecosystem is indisputably established. Wise use of environment and its resources are essential for man's continued survival. To preserve the ecosystem, existence of dash is essential. Ecosystem എവിടെ കണ്ടേ? ദാണ്ട് ഇവിടെ എക്കോസിസ്റ്റം കണ്ടത്. ദ ഫാക്ട് ഈസ് ദാറ്റ് വി ഹാവ് ടു കെയർ ഫോർ എക്കോസിസ്റ്റം ഈസ് ഇൻഡിസ്പ്യൂട്ടബിളി എസ്റ്റാബ്ലിഷ്ഡ്. മനസ്സിലാവുന്നോ? ഫോറസ്റ്റ് ബ്രിങ് റെയിൻഫോൾ. എക്സിസ്റ്റൻസ് ഓഫ് ഫോറസ്റ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദ പ്രിസർവേഷൻ ഓഫ് എക്കോസിസ്റ്റം. സി ഇവിടെയാണ് ആ പോർഷൻ ഉള്ളത്. പ്രിസർവേഷൻ ഓഫ് എക്കോസിസ്റ്റം, ദ എക്സിസ്റ്റൻസ് ഓഫ് വാട്ട് ഈസ് ഫോറസ്റ്റ്. സോ എ ഈസ് ദ ആൻസർ. ഓപ്പോസിറ്റ് ഓഫ് പ്രിസർവേഷൻ ഈസ്, പ്രിസർവ് എന്ന് വെച്ചാൽ എന്താ? സൂക്ഷിക്കുക. അതിൻ്റെ ഓപ്പോസിറ്റ് എന്തുമായിരിക്കും? നശിപ്പിക്കുക. കൺസർവേഷൻ അല്ല, ഷെൽട്ടർ അല്ല, കൺസ്ട്രക്ഷൻ അല്ല, ഡിസ്ട്രക്ഷൻ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സിനോണിമസ് ഓഫ് വൈസ്. സിനോണിമസ് എന്ന് വെച്ചാൽ എന്തുവാ? സെയിം അർത്ഥമുള്ളത്. സോ വൈസ് എന്ന് പറഞ്ഞാൽ എന്താ? വൈസ് യൂസ് ഓഫ്, അതായത് പ്രോപ്പറായിട്ടുള്ള യൂസ്, സെൻസിബിൾ ആയിട്ടുള്ള യൂസ്. നോട്ട് എ സിനോണിമസ് ആ ചോദിക്കുന്നത്, സിനോണിമസ് അല്ല ചോദിക്കുന്നത്. സോ സെൻസിബിൾ യൂസ് വൈസ് ആണ് എപ്പോഴും. വൈസ്, ഓക്കെ, വൈസ് പീപ്പിൾ നമ്മൾ കേട്ടിട്ടുള്ളത്, അതായത് നല്ല ബുദ്ധിയുള്ള ആൾക്കാർ, ഇൻ്റലിജൻറ്റ്. ഇൻ്റലിജൻറ്റ്. ദെൻ ജുഡീഷ്യസ്. ജുഡീഷ്യസ് എന്തോ നമ്മൾ ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ജുഡീഷ്യസ് എന്ന് പറയുന്നത്. ഹ്യൂമറസ് എന്ന് വെച്ചാൽ തമാശ. തമാശ ആണോ? വൈസ് അല്ല. സോ നോട്ട് എ സിനോണിമസ് എന്ന് പറയുന്നത് ബി ആണ്. കാർപ്പൻറ്റേഴ്സ് ഡിപ്പെൻഡൻസ് ഓൺ ഫോറസ്റ്റ് ബിക്കോസ് ദേ പ്രൊവൈഡ്. ഇതിനകത്ത് കാർപ്പൻറ്റർ എന്ന് പറയുന്ന വേർഡ് നമ്മൾ എവിടെയെങ്കിലും കണ്ടോ? ഇല്ല. പക്ഷേ ഇവിടെ നമ്മൾ കണ്ടു. ദേ പ്രൊവൈഡ് എസ് ടിമ്പർ ടു ബിൽഡ് ഹൗസസ് ആൻഡ് മേക്ക് ഫർണിച്ചർ. സോ ഫർണിച്ചർ ഉണ്ടാക്കുന്നതാണ് കാർപ്പൻറ്റർമാർ. സോ ടിമ്പർ പ്രൊവൈഡ് ചെയ്യുന്നു. ടിമ്പർ ടു മേക്ക് ഫർണിച്ചർ. സോ സി ആണ് ആൻസർ. മനസ്സിലാവുന്നോ? നെക്സ്റ്റ്, വൈൽഡ് അനിമൽസ് വിൽ ബിക്കം ഹോംലെസ് ഇഫ്. വൈൽഡ് അനിമൽസ് നമ്മളെവിടെ കണ്ടേ? ഷെൽട്ടർ ഫോർ ബേർഡ്സ്, വൈൽഡ് അനിമൽസ് ആൻഡ് ഇൻസെക്ട്സ്. ദേ പ്രൊവൈഡ് ഷെൽട്ടർ ഫോർ ബേർഡ്സ്. ഫോറസ്റ്റ് പ്രൊവൈഡ് ഷെൽട്ടർ ഫോർ ഷെൽട്ടർ. ദ വൈൽഡ് അനിമൽസ് വിൽ ബിക്കം ഹോംലെസ് ഇഫ് പേപ്പർ മിൽസ് ആർ ഡിസ്ട്രോയിഡ്. യു ക്യാൻ എലിമിനേറ്റ് ദാറ്റ്. ഒരു ബന്ധവുമില്ല. ഫോറസ്റ്റ് ആർ ഡിസ്ട്രോയിഡ്, അതാണ് ആൻസർ എന്ന് തോന്നും നമുക്ക്. ഹൗസസ് ആർ ബിൽറ്റ് അല്ല. എക്കോസിസ്റ്റം ഈസ് ടേക്കൺ. നോ, സി ഈസ് ദ ആൻസർ. മനസ്സിലായോ? സോ ഇതുപോലുള്ള ഒരു 4 പാസേജുകൾ കാണും. അതിൻ്റെ ആൻസറാണ് നമുക്ക് ചെയ്യേണ്ടത്. സോ ഹാവ് യു അണ്ടർസ്റ്റുഡ് ദ ക്വസ്റ്റ്യൻ? സോ ഇങ്ങനെ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് സോൾവ് ചെയ്യാനുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. സോ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ലാസ്റ്റ് ഇയർ, അതായത് 2019 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്യും. ആ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട്. അതിനകത്ത് 80 ക്വസ്റ്റ്യൻസ് കാണും. അത് സോൾവ് ചെയ്യും. അതിനു മുമ്പ് തന്നെ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ സ്ട്രക്ചർ മനസ്സിലാക്കുക, എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക. ഈ പ്രോസ്പെക്ടസ് ഒന്നും കൂടെ ഒന്ന് കണ്ടു നോക്കുക. ഇത് ഞാൻ നമ്മളുടെ ലിങ്കിൽ കൊടുത്തേക്കാം. ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുകയായിരുന്നു. ഓക്കെ, താങ്ക് യു. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ള നവോദയ ആസ്പിരൻസിന് നിങ്ങൾ ഷെയർ ചെയ്യണം. ഓക്കെ, നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കൊടുക്കുക. താങ്ക് യു.